കിളികളും ചെടികളും കുറെ നല്ല ആൾക്കാരും. എന്തോമ്മേ ചെരുപ്പ് ഊരിട്ടിട്ടാ വന്നേ, ഓടി നടക്കാൻ വേണ്ടിട്ട്. ഞങ്ങള് പോകുന്ന വഴിക്കെല്ലാം കൊറേ അമ്മമാരെ കാണുന്നുണ്ട്. എനിക്ക് ചെടിപ്രാന്താന്ന് എന്റെ അപ്പൂസിനറിയാം. അപ്പം അവനിപ്പോ എവിടെ ചെന്നാലും എല്ലാരും ചെടി ചോദിക്കും. ഞങ്ങളുടെ വെറുതെ ചേട്ടോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ വന്ന് അവരായിട്ട് കണക്റ്റായി ചായ പിടിക്കാൻ വിളിച്ചിട്ട് അവരെ വീട്ടിൽ വന്നേക്കാം. നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. ഹലോ ജയാമ്മേ, ഞങ്ങൾ വരുന്നുണ്ട്, ചോറും കറി ഉണ്ടാക്കി വെച്ചോന്ന് പറയും. നമ്മളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അവര് മേടിച്ച് അവിടുത്തെ ആ ഒരു വാങ്ങിച്ച ഫുഡൊക്കെ നമുക്ക് തന്നു, ചായ ഉണ്ടാക്കി തന്നു. ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ നടന്നു പോയി വാങ്ങിച്ചോണ്ട് വന്നതാ. അത് നമുക്ക് തന്നു. ഇവിടെ വന്നിട്ട് വിളിച്ചാൽ മതി, ആന്റിയെന്ന് വിളിച്ചാൽ മതി. ശരി, അടയാളം വെച്ചോ ഈ കയറ്റി. ഓക്കെ, ശരി. ഞങ്ങള് വാഗോൺ വന്നപ്പോ രണ്ടമ്മമാരെ കണ്ടു. അവരാണെങ്കിൽ ചായ കുടിക്കാൻ വിളിച്ച. ചായ കുടിച്ചിട്ട് വരാം. നല്ല രസമാണ്. ഇവിടെ നിറയെ ചെടികളാ. രസാന്ന് നോക്കിയ സ്ഥലമൊക്കെ. അടിപൊളി. ഓ, ഇവിടെ താമസിക്കല്ലേ? ഇവിടെ കെട്ടിട്ടുണ്ട്. ഓ, അത് ശരി. ഇവിടെ ആരൊക്കെയുണ്ട്? പിള്ളേരുണ്ടോ അവിടെ? ഇപ്പൊ ആടില്ല. എന്ത് രസാന്ന് നോക്കിയ ഗൈസ്. എന്റെ മുട്ട് നിക്കുന്നുണ്ടോ? എന്റെ ഫേവറേറ്റ് വൈറ്റ് റോസ്. നിനക്കറിയില്ലടാ. വീട്ടിൽ നിന്നുള്ള വ്യൂ നോക്കിയടി. ഓ, ഇവിടെ രാവിലെ ഇവർക്ക് പല്ലൊക്കെ തേക്കാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇന്ന് പല്ലൊക്കെ കുഞ്ഞാ അവിടെ തേയിലത്തോട്ടം. തേയില കണ്ടാ? അടിപൊളിയാണ്. ഓ, ഇവിടെ തമിഴ് കലണ്ടറൊക്കെ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതെ അതെ അതെ. ഞങ്ങളുടെ വെറുതെ ചേട്ടോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ വന്ന് അവരായിട്ട് കണക്റ്റായി ചായ പിടിക്കാൻ വിളിച്ചിട്ട് അവരെ വീട്ടിൽ വന്നേക്കാം. അമ്മ ചായ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ വേറൊരു അമ്മേനെ കണ്ടായിരുന്നു കേട്ടോ. ഒരു പാവനമ്മ കാണിച്ചു തരാം. അമ്മയുടെ പേര് എന്തുവാ? ജയ. അമ്മയുടെ പേര് ജയ. ആ അമ്മയ്ക്കാണെങ്കിൽ ടച്ച് ഫോൺ ഇല്ല. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ എഴുതി കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. യൂട്യൂബിൽ നിന്ന് പറയാം. പാവരമ്മയാണ് ഗൈസ്. നമ്മളെ ചായ കുടിക്കാണെങ്കിൽ ചോറൊക്കെ കഴിച്ചു. അതെ അതെ. നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. അതെ അതെ അതെ. ഈ അമ്മമാര് ഇവിടെ തേയിലത്തോട്ടത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നവരാണേ. ഇവിടെ തന്നെ. അതെ അതെ. അമ്മ വാങ്ങിച്ചോണ്ട് വന്നതാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ. അത് അവരിവിടെ ഇല്ലാതെ ഞങ്ങൾക്ക് തന്നിട്ട് പറയാനില്ല. കുട്ടികളല്ലേ. ഞങ്ങളപ്പോ ഇവിടുന്ന് പോവാ. ഇനി അമ്മ പറഞ്ഞു ഇവിടെ വരുമ്പോ അമ്മേനെ വിളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എത്താറമ്മ വിളിക്കും. ഹലോ ജയാമ്മേ, ഞങ്ങൾ വരുന്നുണ്ട്, ചോറും കറി ഉണ്ടാക്കി വെച്ചോന്ന് പറയും. അമ്മയുടെ പേര് ജയ. എന്റെ അമ്മയുടെ പേരോ? എന്റെ അമ്മയുടെ പേര് സതി. അപ്പൂന്റെ അമ്മയുടെ പേര് പറ അപ്പു. അശ്വതി എന്ന് വിളിക്കും. അശ്വതി അമ്മ. എനിക്ക് ചെടിപ്രാന്താന്ന് എന്റെ അപ്പൂസിനറിയാം. അപ്പം അവനിപ്പോ എവിടെ ചെന്നാലും എല്ലാരും ചെടി ചോദിക്കും. അപ്പൂസാണെങ്കിൽ ഈ വെള്ള റോസയുടെ ഒരു കമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ അതെടുക്കാൻ പോവാ. അയ്യോ, ആ അതില് നിറയെ മുട്ട് നിക്കല്ലേ. അപ്പൊ അമ്മ വേറെണ്ണത്തിനകത്തുനിന്ന്
അമ്മ അത് ഫുള്ള് എടുക്കുന്നു. ദേ അത് ഫുള്ള് എടുക്കുന്നു. ആ ശരി. ഇവിടെ തമിഴും മലയാളം മിക്സ് ചെയ്ത് സംസാരിക്കണ കണ്ടോ. താങ്ക്സ് അമ്മ. ദേ ഒരു കൈ മൊത്തം എടുത്തിട്ട് ഇത്രേ ഉള്ളൂ എന്നൊക്കെ. അതെത്ര സേഫ് ആയിട്ട് തരുന്നത്. ആ മതി അമ്മ. ബൈ. ഓ ശരി പോയിട്ട് വരാം. ബൈ. ബൈ. ശരി. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കണ്ടോ. നിറയെ ചെടികളും. ഓ എന്ത് ഭംഗിയാ നോക്ക് ലപ്പൂസേ. ആ മാത്രല്ല എത്ര ഒരു പട്ടിക്കുട്ടൻ. അയ്യോ പോടാ. നോ എന്നെ മൈൻഡ് ചെയ്യണ്ട. അവനെ ഇളക്കി കഴിഞ്ഞാൽ അവൻ ഓടി വന്നാ ഞാനിതിന്റെ മണ്ട കയറിയിരിക്കും. ഞങ്ങള് പോകുന്ന വഴിക്കെല്ലാം കൊറേ അമ്മമാരെ കാണുന്നുണ്ട്. ഫോട്ടോക്കകത്ത് പൂ എടുക്കാൻ കുഴപ്പമില്ല. എടുത്തു. ഞങ്ങളിവിടൊക്കെ കാണാൻ വന്നവരാ. ഞങ്ങള് ആലപ്പുഴ തൃശ്ശൂര്. ആ പോയി പോട്ടെ എന്നാ. ബൈ. ഇവിടൊക്കെ നല്ല ആൾക്കാരാട്ടോ. ഓ വേണ്ടേ പുറകിലിറങ്ങും. ഓ ആങ്കിള് പറഞ്ഞിട്ട് പോവാ ഓർമ്മത്തിന് എടുത്തോണ്ട് പൊക്കോളാൻ. അയ്യോ ഇതല്ലേ ആന്റിയുടെ വീട്. കുഞ്ഞാ ആന്റി വന്നോട്ടെ. നമ്മുടെ രണ്ടാമത്തെ ആന്റി. നല്ല രസമാ ഇവിടെ. കിളികളും ചെടികളും കുറെ നല്ല ആൾക്കാരും. എന്താമ്മേ ചെരുപ്പ് ഊരിട്ടിട്ടാ വന്നേ ഓടി നടക്കാൻ വേണ്ടിട്ട്. അപ്പൂന്ന് വിളിക്കും നമ്മളൊക്കെ. ഞാൻ ശ്രീലക്ഷ്മി. ഭാഗവൻ വന്നിട്ട് നമുക്കിവിടെ ഫുള്ള് വീടായി. ഞങ്ങള് അവിടുത്തെ അമ്മയുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചു. വീഡിയോ എടുത്തോട്ടെ അമ്മേ. ഇവിടുത്തെ അച്ഛൻ. ഹായ് പറ. ഹായ്. അമ്മയുടെ അമ്മായപ്പൻ. അമ്മ പറയാ നമ്മൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തോളാം. കിട്ടി. അപ്പോന്റെ ഡ്രസ്സിന്റെ ഫാഷനാണത്. അമ്മേ വയറ് ഫുള്ളായിട്ട് ഇരിക്കുക. ഞങ്ങള് അവിടുന്ന് ചായ കുടിച്ചു, പിന്നെ ഉഴുന്നുവടയും കഴിച്ചു. ഉഴുന്നുവട കഴിച്ചു. നമ്മളെ എത്തിയിട്ടുള്ളത് ഭൂമിയിലെ അപ്പു നമ്മളെത്തിയിട്ടുള്ളത് ഭൂമിയിലെ സ്വർഗത്തിലാണോ എന്നൊരു സംശയം. സംസാരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ മലയാളത്തിനെക്കാട്ടിലും സ്നേഹമുള്ള. അതെ അതെ. എന്ത് പറ്റി? ഓ അത് ശരി. എന്താ
ആണോ? കളിച്ചോ. അച്ചാറുണ്ട്. നിങ്ങളെ കൂടി ചിലപ്പം എന്താ പാചകം ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അമ്മ നോക്ക്, ഇത് എന്തൊക്കെ എടുത്ത് വെക്കുന്നേ നോക്ക്. എടുത്തിട്ടെ പാലില്ലാതെ അമ്മ അവിടുന്ന് കുടിച്ചു അമ്മ. അപ്പൊ വേണ്ടേ? ആ ഇത് മാത്രം മതി. ഇപ്പൊ അപ്പും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പോണേ. ഫുൾ സോങ് പാടിക്കോ. കവിതകളാ കനവുകളാ കയൽവിഴിയേ നികழ்വതുവാய் கடந்ததுவாய் பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலும் தானா முகம் காட்டு நீ முழுவின் பனி ஓடாது நீ இல்லையே இதழோரமா சிறு புன்னகை நீ காட்டடி കുഞ്ഞിലെ പഴയ പാട്ടില്ലേ? രാസാറ്റി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. ബാക്കി ലിറിക്സ് എനിക്ക് അറിയില്ലടാ. കുറച്ച് അപ്പൊ പ്രൊഫഷണൽ ആയിട്ട് സിംഗ് ചെയ്യും. അവള് നന്നായിട്ട് പാടും. അവള് ചുമ്മാ പറയുന്ന അവർക്ക് അങ്ങനെയുള്ള പാട്ടുകളാ ഇച്ചിരൂടെ. ശരി, എനിക്ക് അപ്പൂപ്പന അങ്ങനെ ആരുമില്ല. പക്ഷെ എന്റെ കൊച്ചിലെല്ലാരും വെച്ചപ്പോ എനിക്ക് അപ്പൂപ്പനെ മോശന. പോയിട്ട് വരാം. ശരി, പോയിട്ട് വരാം. എനിക്കുണ്ട്. ശരി അമ്മേ, പോയിട്ട് വരാം. നല്ല സ്നേഹമുള്ള പിള്ളേർ. ദൈവത്തിനെ അറിഞ്ഞ പിള്ളേർ എവിടെയാണെങ്കിലും സ്നേഹത്തോടെ കാണും ഇല്ലമ്മ. അല്ലെങ്കിൽ അവർക്ക് ഒരു വ്യത്യാസം കാണില്ല. വീട്ടിലുണ്ട് 3 ഉണ്ട്. അത് വേറെ മോഡലാണ്. എന്റെ ടെഡീനൊക്കെ മിസ് ചെയ്യുന്ന ടെഡി ടിൻഡുറിക്ക. പിന്നെ ഒരു പട്ടി പ്രശ്നം കഴിക്കുന്നു നോക്കി. അതിന്റെ പൂവുണ്ടോ? നല്ല ഭംഗി. വെള്ളരി അല്ലേ? കൊള്ളാം. ഇവിടെ മൊത്തം നോക്കി, ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വ്യൂ. പൂച്ചക്കിട്ടുണ്ട്. ശരിക്കും ഹെവൻ ലേഡി. പൂക്കള് അതേപോലെ തന്നെ പട്ടിക്കുട്ടൻ സ്നേഹ അച്ഛൻ. രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ ഭിത്തില് നല്ല രസമാണ്. അമ്മ പറഞ്ഞാലേ ഞാൻ കിളീനെ ഇവിടെ കിളികളൊക്കെ ഉണ്ടോ? എന്ത് രസാന്ന് നോക്കി. നോക്കിയടി ഇവിടുന്ന് നമ്മള് ചെടിയെടുക്കാ ഗൈസ്, വിത്തെടുക്കാൻ വേണ്ടിട്ട്. അപ്പൂസ് ഇവിടുത്തെ പൂച്ചക്കുട്ടിയായിട്ട് സെറ്റായി. അവര് ഫ്രണ്ട്സായി. പക്ഷെ അവന് ഇച്ചിരി ഗമയുണ്ടേ. അപ്പൂസ് ഡാലിയ ചെടി ചോദിച്ചു. അപ്പൂസ് എന്റെ കൂടെ നടന്ന് അവനിപ്പൊ ചെടിയായി. നോക്കിയേ, അപ്പൂസാണെങ്കി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അമ്മയുടെ കയ്യിൽ നിന്ന് ചെടി വാങ്ങിക്കുക. നോക്ക് എന്ത് വ്യൂവാ നോക്ക്, നല്ല ഭംഗി. എന്താ ഒരു ഉപ്പൻ, കുഞ്ഞ ഒരു ഉപ്പനെ കണ്ടോടാ? പോണോ?
മതിയമ്മ മതി. അമ്മ ഇവിടെ മൊത്തം നമുക്ക് എടുത്ത് തരാൻ തോന്നുന്നുണ്ട്. മതിയമ്മ. ഞാനും സൈമൺ. ആ അമ്മയുടെ പേര് ഞാനും സൈമൺ അല്ല പേര്. ഇവന്റെ പേരാ സൈമൺ. എല്ലാരും അവിടുത്തെ അമ്മയുടെ ചാർലി. ചാർലി. ആ എന്തോ അമ്മേന്റെ പേരെന്തായിരുന്നു? ജയ ചാർലി. ചാർലി. ഇത് ഞാനും സൈമൺ. ഭയങ്കര ഫോറിൻ പേരല്ലേ? അപ്പച്ചന്റെ പേര് പീറ്റർ. ഇനി നമ്മൾ എവിടെയും മാറി ഫോറിൻ കൺട്രീസിലല്ല വന്നാണോ? സംശയമുണ്ട്. ഞങ്ങളും പാവപ്പെട്ട കുടുംബത്തിരുന്ന്. പക്ഷെ സത്യം പറയട്ടെ, നിങ്ങളുടെ ലൈഫാണ് ലക്ഷറി ലൈഫ്. സാമ്പത്തികമായിട്ടെല്ലാം ബുദ്ധിമുട്ടാ. അത് ദൈവം തരും. പഠിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. ആരോഗ്യം ഉണ്ടല്ലോ. അപ്പൊ അതില് നമ്മള് ഭയങ്കര ഹാപ്പിയാ അല്ലേ? ഇല്ല അമ്മ ഞങ്ങള് പോവാ അമ്മ. കാണുമ്പോ സന്തോഷം. അപ്പൊ ഗായ്സ് ദേ ഞങ്ങളിത് ഇവിടെ ഇറങ്ങാണേ അമ്മയുടെ വീട്ടിൽ നിന്ന്. നമ്മളിന്ന് ഭയങ്കര ഹാപ്പി ആട്ടോ. ബൈ. ആൾക്കാർ ഇവിടെയൊക്കെ നമ്മളെ ചെടിയൊക്കെ ചോദിക്കുമ്പോ കൊറേ ചെടി തരാ. ഇത് നോക്ക്, ഞാൻ 2 ചെടി ചോദിച്ചുള്ളേ. അയ്യാ ഫാൻ്റെ കുടുങ്ങി. ഇതുണ്ടോ ഈ നിറച്ചും ചെടിയാ. അവരെ വീട്ടിലെ എല്ലാ ചെടിയും പറിച്ചെന്നുള്ള. നല്ല രസമുണ്ട്, നല്ല സ്ഥലമാണോ? ഹായ്. ഇവിടെ നല്ല എന്ന് വെച്ചാ ഞങ്ങക്ക് ഇവിടെ വന്നിട്ട് നല്ല പോസിറ്റീവ് വൈബ്സ് ആണ് കേട്ടോ. നല്ല ആൾക്കാരും സ്നേഹവും. അതെ, അതേപോലെ തന്നെ ഈ ഒരു നേച്ചറും നോക്ക് രക്ഷയില്ല. അടിപൊളി പറഞ്ഞ നോക്കിയാ അടിപൊളി. അതെ, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അല്ല വയറും എന്നുവെച്ചാ ആ അമ്മ ഉഴുന്നാടെ അവരുടെ മക്കൾക്ക് കൊടുക്കാൻ വാങ്ങിച്ചോണ്ട് ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ നടന്നു പോയി വാങ്ങിച്ചോണ്ട് വന്നതാ. അത് നമുക്ക് തന്നു. നമ്മളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അവര് മേടിച്ച് അവിടുത്തെ ഒരു വാങ്ങിച്ച ഫുഡൊക്കെ നമുക്ക് തന്നു, ചായ ഉണ്ടാക്കി തന്നു. അതേപോലെ തന്നെ അവര് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങളിത് കഴിച്ചില്ല. ഇവിടെ അടിപൊളിയാ. ഇവിടെ വീടിന്റെ ഫ്രണ്ടിലത്തെ ആ വ്യൂ ഉണ്ടല്ലോ, ഈ ഒരു പ്രകൃതിയും നല്ല നല്ല അടിപൊളിയാ. അതേപോലെ ആൾക്കാരും അവർക്ക് പലപ്പോഴും നമ്മളുള്ള ഒരു സ്നേഹവും. അതെ, ഇപ്പൊ എല്ലാരും, ഇപ്പൊ ഒരാളല്ല, എല്ലാരും നമ്മള് വീട്ടിൽ വിളിച്ചു, അതിന്റെ കൂടെ വേറൊരു അമ്മ വിളിച്ചു, എല്ലാരും നമ്മുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളടുത്ത് ഭയങ്കര സ്നേഹം. എന്താ മോനെ ഒക്കെ ചോദിക്കല്ലേ? അമ്മയാണെങ്കില് ഞങ്ങളവിടെ ചായ കുടിച്ച് ഗ്ലാസ് കഴിക്കേ അടി കിട്ടി. ആ നമുക്ക് ഇപ്പൊ എന്താ പറയാ, നമ്മള് വേറൊരു വീട്ടിലേക്ക് പോവാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നില്ല. നമ്മുടെ ബന്ധുക്കളുടെ വീടല്ലേ? ബന്ധുക്കളുടെ വീടാണെങ്കിൽ നമുക്ക് സംഭവം ഉണ്ടാവില്ലേ. സ്വന്തം വീട്. അതെ, അവിടെ സ്വന്തമായിട്ട് അമ്മമാരെ ഹാപ്പിയല്ലേടാ? ഹാപ്പിയാ. നോക്കിക്കേ, ആ പള്ളിയിലായിരിക്കും അമ്മമാര് പോയിട്ട് വരുന്നുണ്ടാവും. പിന്നെ പോലെ കാണുന്നുണ്ട് ഇവിടെ. നല്ല ഇപ്പൊ സമയം ഉച്ചയായല്ലേ കുഞ്ഞാ? 1:30 ആയിട്ടുണ്ടാവും. നല്ല മഞ്ഞ് കിട്ടി. ഇപ്പതേ നോക്ക്, മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി തട്ടുകടയിലേക്ക് വിട്ടാലോ? വിശക്കുന്ന ഒരു സംശയം. എനിക്ക് നോക്കിയ നല്ല വിശപ്പുണ്ട്, പക്ഷെ വിശപ്പറിയില്ല. സത്യം. അയ്യോ എന്ത് രസല്ലേ?